നമസ്കാരം. പ്രതിപക്ഷ നേതാവായിട്ടിരുന്ന സമയത്ത് ശ്രീ വി ഡി സതീശൻ എന്ത് തേങ്ങയാണ് ചെയ്തത് എന്ന് ചോദിക്കുന്ന ധാരാളം പേരെ ഞാൻ സോഷ്യൽ മീഡിയകളിൽ കണ്ടു. അവർ പറയുന്നത് അദ്ദേഹം ഒരു നിഷ്ക്രിയനായ പ്രതിപക്ഷ നേതാവായിരുന്നു. പിന്നെ അങ്ങേരെ എന്തിനാണ് ഇത്ര പുകഴ്ത്തുന്നത്, അങ്ങേർക്ക് മുഖ്യമന്ത്രിയാകാൻ എന്ത് യോഗ്യതയാണുള്ളത്, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. അങ്ങനെ അവർ ചോദിക്കുന്നതിൻ്റെ കാരണം, അല്ലെങ്കിൽ അങ്ങനെ ധരിക്കുന്നതിൻ്റെ കാരണം, നമ്മളെ സംബന്ധിച്ച് പ്രതിപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളെയും എതിർക്കാനുള്ള കുറച്ച് പേരെന്നാണ്. ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ നല്ലതായാലും മോശമായാലും എന്തു തന്നെ ചെയ്താലും അതിനെ എതിർത്തിട്ട് വെറുതെ ഇരുന്നാൽ പോരാ, പൊതുജനങ്ങളുടെ ജീവിതത്തെ തടസ്സപ്പെടുത്തണം. ഹർത്താലുകൾ, സമരങ്ങൾ, പണിമുടക്കുകൾ ഇതൊക്കെ നടത്തി പ്രതിപക്ഷം വളരെയധികം ഊർജ്ജസ്വലമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമ്മളെ കാണിക്കണം. അപ്പോൾ ഇതൊന്നും തന്നെ സതീശൻ ചെയ്തില്ല. പിന്നെ അങ്ങേരെന്ത് തേങ്ങയാണ് ചെയ്തത്? അതാണ് ആ ചോദ്യത്തിൻ്റെ പിന്നിലുള്ള കാരണം. ശ്രീ വി ഡി സതീശൻ ഇതൊന്നും ചെയ്തില്ല എന്നത് തന്നെയാണ് അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നത്. ഞാൻ ഇവിടെ ഒരു കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ശ്രീ വി ഡി സതീശനെ പിന്തുണച്ചുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നത് അദ്ദേഹത്തെ എനിക്ക് വ്യക്തിപരമായിട്ട് ഇഷ്ടമായതുകൊണ്ടോ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയോട് എനിക്ക് എന്തെങ്കിലും പ്രത്യേക ചായവുള്ളത് കൊണ്ടോ ഒന്നുമല്ല. മറിച്ച് ഒരു പുതിയ ഭരണാധികാരി, ഒരു പുതിയ നേതാവ് വരുമ്പോൾ നമുക്ക് ചില പ്രതീക്ഷകളുണ്ട്. ഇതിന് മുമ്പിരുന്ന മുഖ്യമന്ത്രിയുടെ ഭരണം നമ്മൾ നോക്കുമ്പോൾ, അല്ലെ ആ സമയത്തുണ്ടായിരുന്ന സർക്കാരിൻ്റെ പ്രവർത്തനങ്ങൾ നോക്കുമ്പോൾ നമ്മളൊരു മാറ്റം ആഗ്രഹിച്ചിരുന്നു. ശരിയായ രീതിയിൽ നമ്മുടെ സംസ്ഥാനത്തെ നയിക്കുന്ന ഒരു ടീം വരണം എന്നൊരു ആഗ്രഹം നമുക്കെല്ലാവർക്കും ഉണ്ടായിരുന്നു. അങ്ങനെ ഇതുവരെ മന്ത്രിയോ മുഖ്യമന്ത്രിയോ ഒന്നും ആയിട്ടില്ലാത്ത ഒരു വ്യക്തി ആ സ്ഥാനത്തേക്ക് വരികയാണ്. അപ്പോൾ നമുക്ക് വളരെ വലിയ പ്രതീക്ഷയുണ്ട്, ഇദ്ദേഹം ശരിയായ രീതിയിൽ കേരളത്തെ മുമ്പോട്ട് നയിക്കും. അപ്പോൾ ആ ഒരു പ്രതീക്ഷ വെച്ചുകൊണ്ടാണ് പിന്തുണയ്ക്കുന്നത്. നാളെ ശ്രീ സതീശൻ പരമ്പരാഗത രാഷ്ട്രീയക്കാരെ പോലെ ജനങ്ങളെ വഞ്ചിക്കാനും ചതിക്കാനും ജനക്ഷേമം നോക്കാതെ പ്രവർത്തിക്കാൻ തുടങ്ങിയുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ ശ്രീ വി ഡി സതീശനെയും UDF-നെയും നഖശിഖാന്തം വിമർശിക്കും. ഒരു സംശയം അക്കാര്യത്തിലില്ല. ഞാൻ ഈ പറഞ്ഞതുപോലെ പ്രതിപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമരം നടത്താനും സർക്കാരിൻ്റെ തീരുമാനങ്ങളെ മൊത്തം എതിർക്കാനുമുള്ള ഒരു ടീമല്ല, മറിച്ച് സർക്കാരിൻ്റെ പ്രവർത്തനത്തെ സ്ക്രൂട്ടനൈസ് ചെയ്യാനുള്ള, സൂക്ഷ്മമായിട്ട് പരിശോധിക്കാനുള്ള ഒരു ടീമാണ്. അങ്ങനെ പരിശോധിച്ചിട്ട് അവർ ചെയ്യുന്ന കാര്യങ്ങൾ ജനങ്ങൾക്ക് ഗുണകരമാണെന്നുണ്ടെങ്കിൽ അവർ മിണ്ടാതിരിക്കുകയും, അത് ജനങ്ങൾക്ക് ദോഷമായിട്ട് വരുന്ന ഒന്നാണെന്നുണ്ടെങ്കിൽ അതിനെ എതിർക്കുകയും വേണം. എങ്ങനെ എതിർക്കണം? നിയമസഭയിൽ തന്നെ കൃത്യമായിട്ട് അത് പറയണം. അതുകൂടാതെ മാധ്യമങ്ങളോട് അത് പറയണം. അങ്ങനെ ജനങ്ങളെ അതേക്കുറിച്ച് ബോധവൽക്കരിക്കണം. ഈ ഒരു രീതിയിലാണ് ശ്രീ വി ഡി സതീശൻ പ്രവർത്തിച്ചിരുന്നത്. അദ്ദേഹം സർക്കാരിൻ്റെ ശരിയല്ലാത്ത കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അദ്ദേഹം ആരോഗ്യവകുപ്പിനെക്കുറിച്ച് പറഞ്ഞൊക്കെ ഒരു വിഷയം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. പല നേതാക്കന്മാരുടെയും ശ്രദ്ധ പോകാത്ത ഇടത്തേക്കൊക്കെ തന്നെ ശ്രീ വി ഡി സതീശൻ്റെ ശ്രദ്ധ പോയിട്ടുണ്ട്. അദ്ദേഹം കൊറോണ വാക്സിനെക്കുറിച്ചും അതിൻ്റെ സൈഡ് എഫക്റ്റുകളെക്കുറിച്ചും അതെടുത്തത് കൊണ്ടാണോ അവിടെ ആൾക്കാർ കുഴഞ്ഞു വീണ് മരിക്കുന്നത് മുതലായ കാര്യങ്ങളൊക്കെ നിയമസഭയിൽ ചോദിച്ചിട്ടുണ്ട്. WHO എന്ന് പറയുന്ന തട്ടിപ്പ് സംഘം ഇപ്പോൾ ഒരു പുതിയ പഠനവുമായിട്ട് വന്നിട്ടുണ്ട്. 2020 ശേഷം ഉണ്ടായിട്ടുള്ള എക്സസ് മോർട്ടാലിറ്റി, അധിക മരണം കോവിഡ് മൂലമാണ് ഉണ്ടായതെന്ന്. എന്നാൽ കോവിഡ് വന്ന 2020 എല്ലാ വർഷങ്ങളെക്കാളും മരണങ്ങൾ കുറവായിരുന്നു എന്നുള്ള ഒരു വസ്തുത മറച്ചു വെച്ചുകൊണ്ട് 2021, 2022, 2023, അതായത് വാക്സിൻ കൊടുത്ത വർഷങ്ങളിൽ സംഭവിച്ച അധിക മരണങ്ങളെ അവർ കൊറോണയുടെ തലയിൽ കൊണ്ട് കെട്ടിവയ്ക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇത്തരത്തിൽ ആരോഗ്യ മേഖലയിൽ നടക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ശ്രീ വി ഡി സതീശൻ വീണ ജോർജിനോട് പറഞ്ഞിട്ടുണ്ട്, ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. നമ്മുടെ ആരോഗ്യ മേഖല വെന്റിലേറ്ററിൽ ആണെന്ന് പല ആവർത്തി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയുമൊക്കെ, അതായത് വീണ ജോർജും പിണറായി വിജയനുമൊക്കെ നമ്മുടെ സംസ്ഥാനത്തെ ആരോഗ്യമേഖല ലോകത്തിന് തന്നെ മാതൃകയാണെന്നും നമ്മുടെ രാജ്യത്ത് തന്നെ നമുക്ക് ഇക്കാര്യത്തിൽ 1ാം സ്ഥാനമുണ്ട് എന്നുമൊക്കെ അവർ ഗീർവാണം അടിച്ചപ്പോൾ കോൺഗ്രസ് പാർട്ടിയിലെ പല നേതാക്കളും അങ്ങോട്ട് ചോദിച്ച ഒരു ചോദ്യമാണ്, അങ്ങനെയാണെങ്കിൽ എന്തിനാണ് നിങ്ങളുടെ നേതാക്കൾ ചികിത്സയ്ക്ക് വേണ്ടി വിദേശത്തേക്ക് പോകുന്നത്? ഒരിക്കൽ ശ്രീമതിയാണെന്ന് തോന്നുന്നു, ശ്രീമതി ടീച്ചർ പറഞ്ഞിരുന്നു, അമേരിക്കയെക്കാളും മെച്ചപ്പെട്ട ചികിത്സയാണ് കേരളത്തിലുള്ളത്. പക്ഷേ അവരുടെ തന്നെ മുഖ്യമന്ത്രി രോഗം വരുമ്പോൾ ഇവിടുന്ന് വണ്ടിയും വെള്ളം പിടിച്ച് നേരെ അമേരിക്കയ്ക്ക് പോവുകയാണ്. ഈ 1ാം നമ്പർ സംസ്ഥാനമായിട്ട് എന്തുകൊണ്ടാണ് ഇവരുടെ നേതാക്കൾക്ക്, അല്ലെങ്കിൽ പല രാഷ്ട്രീയ നേതാക്കൾക്കും നമ്മുടെ സംസ്ഥാനത്തെ ചികിത്സയിൽ വിശ്വാസമില്ലാതിരുന്നത്? അതേപോലെ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, വീണ ജോർജ് ഒരുപാട് വിദേശ കമ്പനികൾക്ക്
നമ്മുടെ സംസ്ഥാനത്തെ ആശുപത്രികൾ തീരെഴുതി കൊടുത്തു. അതായത് അവർക്ക് നമ്മുടെ സംസ്ഥാനത്ത് വന്ന് ഇവിടെ പണമിറക്കാനുള്ള അവസരം അവർ കൊടുത്തു. ബ്ലാക്ക് സ്റ്റോൺ ഉൾപ്പെടെയുള്ള അമേരിക്കൻ കമ്പനികൾ നമ്മുടെ സംസ്ഥാനത്ത് വന്ന് പല വലിയ ഹോസ്പിറ്റലുകളും വിലയ്ക്ക് വാങ്ങി. നമ്മൾ ആലോചിച്ച് നോക്കണം, വിദേശത്ത് നിന്നും ഒരു കമ്പനി നമ്മുടെ സംസ്ഥാനത്ത് വന്ന് ഒരു ആശുപത്രി വാങ്ങുന്നത്, അല്ലെങ്കിൽ പല ആശുപത്രികൾ വാങ്ങും, അല്ലെങ്കിൽ ഈ ഹോസ്പിറ്റൽ സെക്ടറിൽ പണമിറക്കും. അവരെന്തിനാണ് പണമിറക്കുന്നത്? കോടിക്കണക്കിന് പണമാണ് ഇറക്കുന്നത്. അവർ പണമിറക്കുന്നത് പണം തിരികെ കൊയ്യാൻ വേണ്ടിയാണ്. ആശുപത്രികളിൽ വിദേശ കമ്പനികൾ വന്ന് പണമിറക്കുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം, അവർക്ക് ഇവിടുത്തെ ജനത്തോട് ഏതെങ്കിലും തരത്തിലുള്ള അനുഭാവം കാണുമോ? അവരെ സംബന്ധിച്ച് ഇവിടുത്തെ ജനങ്ങളെ മൊത്തം രോഗികളാക്കി മാറ്റി എങ്ങനെയും കൂടുതൽ പണമുണ്ടാക്കണം എന്ന ചിന്ത മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഹെൽത്ത് കെയർ സെക്ടറിൽ ഒരു കാരണവശാലും ശരി വിദേശ കമ്പനികളുടെ നിക്ഷേപം അനുവദിക്കാൻ പാടില്ലാത്തതാണ്. പക്ഷേ നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയക്കാർ രാഷ്ട്രീയം ഒരു ബിസിനസ്സായിട്ട് കൊണ്ടു നടക്കുമ്പോൾ അത്തരം കമ്പനികൾ വന്ന് ഇവരെ കണ്ട് സംസാരിച്ച് ഇവർക്ക് വേണ്ടതൊക്കെ കൊടുക്കുമ്പോൾ ജനം പോയി ചാവട്ടെ എന്ന് അവർ കരുതും. അവർക്ക് അവരുടെ പോക്കറ്റ് വീർക്കണം എന്ന ചിന്ത മാത്രമേ ഉള്ളൂ. പക്ഷേ അല്പമെങ്കിലും ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള ഒരു സർക്കാരാണെങ്കിൽ ഒരു കാരണവശാലും ശരി ഹോസ്പിറ്റൽ സെക്ടറിൽ വിദേശികളുടെ പണം സ്വീകരിക്കില്ല. അവർക്കിവിടെ ഹോസ്പിറ്റൽ നടത്താനുള്ള അനുമതിയും കൊടുക്കില്ല. കാരണം അവന് നമ്മളോട് യാതൊരു അനുഭാവവുമില്ല. ഇവിടുത്തെ ആൾക്കാർക്ക് മഹാരോഗങ്ങൾ ഉണ്ടാകാൻ വേണ്ടത് അവൻ ആശുപത്രി തുടങ്ങിയാൽ ചെയ്യാൻ തുടങ്ങും. അവനെ സംബന്ധിച്ച് നമ്മളെല്ലാവരും രോഗികളായിട്ട് മാറിയെങ്കിലേ അവനിറക്കിയ പണം അവന് വസൂലാക്കാൻ പറ്റും. അതുകൂടാതെ അവർ ചെയ്യുന്ന മറ്റൊരു കാര്യം, നമ്മുടെ സംസ്ഥാനത്ത് സർക്കാർ ആശുപത്രികളെ എല്ലാം അവർ ദുർബലപ്പെടുത്തും. സർക്കാർ ആശുപത്രികളിൽ ചിലവ് കുറഞ്ഞ ചികിത്സ കൊടുക്കുന്നു. അവിടെ മെച്ചപ്പെട്ട ചികിത്സ ആൾക്കാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആരും ഇവരുടെ പഞ്ചനക്ഷത്ര ആശുപത്രിയിലേക്ക് പോവില്ല. അതുകൊണ്ട് അവർ മനഃപൂർവ്വമായിട്ട് സർക്കാരിനെ തന്നെ സ്വാധീനിച്ച്, അല്ലെങ്കിൽ ഹോസ്പിറ്റലുകളെ സ്വാധീനിച്ച്, മെഡിക്കൽ കോളേജുകളെ സ്വാധീനിച്ച് അവിടെയൊക്കെ ചികിത്സാ പിഴവുകൾ മനഃപൂർവ്വമായിട്ടുണ്ടാക്കും. നമ്മൾ കഴിഞ്ഞ കുറേയേറെ മാസങ്ങളായിട്ട് അത് കേൾക്കുന്നുണ്ട്. നമ്മുടെ സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകളിൽ സ്ഥിരമായിട്ട് ചികിത്സാ പിഴവുകൾ സംഭവിക്കുന്നു. ഇത് യാദൃശ്ചികമല്ല. ഇവിടെ വമ്പൻ കമ്പനികൾ വന്ന് പണം ഇറക്കി കഴിഞ്ഞാൽ ഇതൊക്കെ സംഭവിക്കും. പിന്നെ നമുക്ക് പ്രത്യേകിച്ച് രോഗങ്ങൾ ഉണ്ടാകാനായിട്ട് പലതരത്തിലുള്ള സൈഡ് ബിസിനസ് അവർ ചെയ്യും. ഫുഡ് ഐറ്റംസിൻ്റേത്, അതുപോലെ തന്നെ ഫാർമസ്യൂട്ടിക്കൽസ്. അതായത് നമ്മൾ സാധാരണ മട്ടിൽ ഏതെങ്കിലും ഒരു രോഗത്തിന് കുഴപ്പമില്ലാത്തത് എന്ന് കരുതി വാങ്ങിക്കഴിക്കുന്ന ഒരു മരുന്നിലൂടെ നമ്മുടെ രോഗം മാറുന്നതിന് പകരം നമുക്ക് പുതിയ രോഗമുണ്ടാകും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് ഇവരുടെ കസ്റ്റമർ ബേസ് സ്ട്രോങ് ആക്കാൻ വേണ്ടി നമ്മുടെ സംസ്ഥാനത്ത് ജീവിക്കുന്ന ആൾക്കാരുടെ ആരോഗ്യം പല രൂപത്തിൽ അവർ ഇറങ്ങും. കാരണം അവർ മുടക്കിയ പണം അവർക്ക് തിരിച്ചു പിടിക്കണം. അപ്പോൾ ഇത്തരത്തിലുള്ള വിദേശ കമ്പനികൾക്ക് ഇവിടെ വന്നിട്ട് പണമിറക്കാനുള്ള അവസരം കൊടുത്തത് വഴി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മുമ്പിരുന്ന സർക്കാർ നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങളെ മൊത്തം ഒറ്റിക്കൊടുത്തിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ രാജ്യത്ത് തന്നെയുള്ള ഏതെങ്കിലും ഒരു കമ്പനിക്കാണ് അത് കൊടുക്കുന്നതെങ്കിൽ അവർക്ക് നമ്മളോട് കുറച്ചെങ്കിലും അനുഭാവം കാണും. നമ്മുടെ സ്വന്തം ആൾക്കാരല്ലേ, നമ്മുടെ തന്നെ നാട്ടുകാരല്ലേ. അവരെ ദ്രോഹിക്കുന്നതിന് ഒരു ലിമിറ്റ് വേണമെന്നെങ്കിലും അവർ ചിന്തിക്കും. ഒരു പരിധിവരെയൊക്കെ അവർ നമ്മളെ ദ്രോഹിക്കുകയുള്ളൂ. തന്നെയല്ല, അങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം അവർ ചെയ്തു കഴിഞ്ഞാൽ അവരെ നമുക്ക് അക്കൗണ്ടബിൾ ആക്കാൻ പറ്റും, അവർക്കെതിരെ നടപടി സ്വീകരിക്കാൻ പറ്റും. പക്ഷേ വിദേശ കമ്പനികൾക്കെതിരെ എന്ത് നടപടി സ്വീകരിക്കാനാണ്? അതുകൂടാതെ ഇവരുടെ വന്ന് ഉണ്ടാക്കുന്ന ഈ കൊള്ളലാഭം അതിവിടെ നിന്ന് അങ്ങ് വിദേശത്തേക്ക് പോവുകയാണ്. അത് പിന്നീട് ഇവിടെ കിടന്ന് ചുറ്റിത്തിരിയില്ല ആ പണം. നേരെ മറിച്ച് നമ്മുടെ രാജ്യത്തുള്ളൊരു കമ്പനി ഇവിടെ ബിസിനസ് നടത്തി അതിൽ നിന്ന് പണം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ പണം അവർ വീണ്ടും ഇവിടെ റീഇൻവെസ്റ്റ് ചെയ്യും. ആ പണം ഇവിടെ തന്നെ കിടക്കും. ഞാൻ പറഞ്ഞത് ഇത്തരത്തിലൊക്കെയുള്ള പല പ്രവൃത്തികളും ചെയ്തിരുന്നത് ചൂണ്ടിക്കാണിച്ച, ഈ ആരോഗ്യമേഖലയിൽ മാത്രമല്ല മറ്റ് പല കാര്യങ്ങളിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച, അതേക്കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിച്ച, മാന്യമായിട്ട് തന്നെ ബോധവൽക്കരിച്ച ഒരു വ്യക്തിയായിരുന്നു ശ്രീ വി ഡി സതീശൻ. അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അദ്ദേഹം വളരെ ഈസി ആയിട്ടാണ് സംസാരിക്കുന്നത്. അദ്ദേഹം ഒരു തടസ്സവുമില്ലാതെ വളരെ ഫ്ലോയിലാണ് കാര്യങ്ങൾ പറയുന്നത്. അങ്ങനെ ഫ്ലോയിൽ കാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ ഉള്ളിൽ കാപട്യമില്ലാത്തവർക്ക് മാത്രമേ പറ്റൂ. എന്തെങ്കിലുമൊക്കെ ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് മറ്റുള്ളവരോട് സംസാരിക്കുന്നവരെപ്പോഴും ആലോചിച്ച് മാത്രമേ സംസാരിക്കൂ. അവർ ഉരുട്ടിപ്പരട്ടിയെ സംസാരിക്കൂ, വ്യക്തമായിട്ട് സംസാരിക്കില്ല. എന്നാൽ ഇദ്ദേഹത്തിൻ്റെ സംസാരം നമ്മൾ എവിടെയെല്ലാം നോക്കിയിട്ടുണ്ടോ അവിടെയെല്ലാം അദ്ദേഹം വളരെ ഫ്രാങ്കായിട്ടും ഈസി ആയിട്ടും നല്ല ഫ്ലോയിലുമാണ് സംസാരിക്കുന്നത്. അതുതന്നെ ഒരു നല്ല വ്യക്തിയുടെ ലക്ഷണമാണ്. അതായത് ഉള്ളിൽ കാപട്യമില്ലാത്ത ഒരു വ്യക്തിയുടെ ലക്ഷണമാണ്. ഉള്ളിൽ കാപട്യമുള്ള ആൾക്കാർ പുറമേ എന്തും ആലോചിച്ച് മാത്രമേ പറയൂ. നമ്മൾ ഒരുപാട് വലിയ പ്രമുഖരെ അങ്ങനെ കണ്ടിട്ടുണ്ട്. എന്തെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ അവർ അതേപ്പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്നൊക്കെ പറഞ്ഞ് സ്ട്രെയിറ്റ് ഫോർവേഡ് ആൻസർ തരാൻ അവർക്ക് പറ്റുന്നില്ല. എന്നാൽ സതീശൻ അങ്ങനത്തെ ഒരു വ്യക്തിയല്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ വ്യക്തിത്വം പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ നമ്മുടെ സംസ്ഥാനത്തെ ജനങ്ങൾ കഴിഞ്ഞ 5 കൊല്ലമായിട്ട് നോക്കിക്കണ്ട് അദ്ദേഹം ഒരു യോഗ്യനായ വ്യക്തിയാണ് എന്നവർക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ്
ഇത്ര വലിയൊരു വിജയം യു ഡി എഫിന് കിട്ടിയത്. അതല്ല എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ യു ഡി എഫ് അധികാരത്തിൽ വന്നേനെ, പക്ഷേ ഇത്ര തിളക്കമാർന്ന ഒരു വിജയം കിട്ടുകയില്ലായിരുന്നു. അതുകൊണ്ട് പ്രതിപക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ സമരവും കോലാഹലവും ഉണ്ടാക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ എന്നതിൽ നിന്നും ഉത്തരവാദിത്വത്തോടുകൂടി ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരിൻ്റെ പ്രവൃത്തികളെ സൂക്ഷ്മമായിട്ട് പരിശോധിച്ച് അതിലെന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ മാത്രം അതിനെതിരെ ശബ്ദം ഉയർത്തുകയും സർക്കാർ എടുക്കുന്ന ഗുണകരങ്ങളായിട്ടുള്ള ജനങ്ങൾ ഗുണം ചെയ്യുന്ന എല്ലാ തീരുമാനങ്ങൾക്കും പിന്തുണ കൊടുക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗമായിരിക്കണം പ്രതിപക്ഷം. എന്നാൽ നമ്മുടെ നാട്ടിലെ പലരും മനസ്സിൽ കണ്ടിരിക്കുന്നത് പോലെയുള്ള പ്രതിപക്ഷ കലാപരിപാടികൾ ഇനി നമ്മളങ്ങോട്ട് കാണാൻ പോവുകയാണ്. കാരണം CPM എപ്പോഴൊക്കെ പ്രതിപക്ഷത്ത് വന്നിട്ടുണ്ടോ നമ്മുടെ സംസ്ഥാനത്ത് പിന്നീട് സമരങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. നിരന്തരമായ സമരങ്ങളും ഹർത്താലുകളും പ്രശ്നങ്ങളും. എന്നാൽ അവർക്ക് എന്തെങ്കിലും മാറ്റം കഴിഞ്ഞ 10 കൊല്ലം കൊണ്ട് ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ജനദ്രോഹങ്ങളായിട്ടുള്ള ജനങ്ങളുടെ സ്വൈര്യം കെടുത്തുന്ന എല്ലാവിധ സമരപരിപാടിയിൽ നിന്നും അവർക്ക് മാറി നിൽക്കാൻ സാധിക്കും. സമരങ്ങൾ ചെയ്യുമ്പോൾ അതൊരിക്കലും ജനജീവിതത്തെ ബാധിക്കുന്ന തരത്തിലാകാൻ പാടില്ല. അല്ലാതെ സമരം ചെയ്യാം. അത്തരത്തിൽ ഉള്ള സമരങ്ങൾ മാത്രമേ ചെയ്യാവൂ. സമരങ്ങൾ എന്ന് പറയുന്നത് അത്യാവശ്യമാണെങ്കിൽ മാത്രം ചെയ്യേണ്ട ഒന്നാണ്. സമരങ്ങളിലൂടെ അല്ലാതെ സംസാരങ്ങളിലൂടെയും ചർച്ചകളിലൂടെയും ഒക്കെയാണ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നോക്കേണ്ടത്. അല്ലാതെ ഏത് കാര്യത്തിനും എന്ത് കാര്യത്തിനും തെരുവിലിറങ്ങുക, ജനജീവിതം തടസ്സപ്പെടുത്തുക, അങ്ങനെ ഒരു തലത്തിലേക്ക് ഇനിയെങ്കിലും LDF പോകില്ല എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.